ഒരു പാവപ്പെട്ട മനുഷ്യൻ, മധു എന്നാണ് പേര്, ആദിവാസി യുവാവാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പിടി അരി കട്ടു എന്ന പേരും പറഞ്ഞുകൊണ്ട് അയാളെ ഒരു കൂട്ടം നരാധമന്മാര് മർദ്ദിച്ചു കൊന്നു. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു നാറിയെ ഇന്ന് കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ മധുവിനെ കൊന്നത് ആ കാട്ടാളന്മാര് മാത്രമല്ല, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നാം പ്രതി അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല പോലും. സെൽഫി എടുത്ത വീഡിയോ, അയാൾ മധുവിനെ മർദ്ദിച്ചത് നേരിൽ കണ്ട ആളുകളുടെ സാക്ഷിമൊഴികള്, ഇതൊന്നും കോടതി ചെവി കൊണ്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ഇത് നീതിയല്ലേ? വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മുടെ നാട് നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പ്രതി വെറുതെ വിട്ടുള്ള വാർത്ത നിരാശാജനകമാണ്. കാരണം അദ്ദേഹം അവിടെ ആക്സിഡന്റായിട്ട് ചെന്നൊരു മനുഷ്യനല്ല. വിവരം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും അല്ലെങ്കിൽ അവിടെ പോയ വഴിക്ക് അവിടെ ഒരു കടയിൽ കയറിയ സമയത്ത് ഒരു ആൾക്കൂട്ടം കൂടി നിൽക്കുന്നതുകൊണ്ട് അകത്തേക്ക് ചെന്നൊരു മനുഷ്യനല്ല. വിവരം അറിഞ്ഞ് അവിടെ എത്തി ആൾക്കൂട്ടത്തിന്റെ അകത്തേക്ക് ചെന്ന് മധുവിനെ ചവിട്ടുന്നുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ ഈ പറയുന്ന കോടതി മറ്റേ അവിടെ സാക്ഷിമൊഴികളിലും ഒപ്പം തന്നെ ഈ പറയുന്ന മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമായതാണ്. കീഴ്ക്കോടതി അത് പരിഗണിച്ചിട്ടാണ് ഹുസൈനെ ശിക്ഷിച്ചത്. ഈ ഹുസൈൻ ചവിട്ടുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ സാക്ഷികൾ മൊഴി മാറ്റിയോ പിന്നീട്? ഇല്ലില്ല, അതായത് അതിനകത്ത് ചെറിയ അവ്യക്തത ഉണ്ടായെന്ന് വെച്ചാൽ ആ ചവിട്ട് വ്യക്തമായിരുന്നില്ല. പക്ഷെ ആ ഹുസൈൻ വന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചലനം നടക്കുന്നുണ്ട്. ഞാൻ CCTV കൃത്യമായിട്ട് കണ്ടു, ദൃശ്യങ്ങൾ കണ്ടൊരാളുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അവിടെ ചലനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ഈ ഒരാളെ പിടിച്ച് ഹുസൈനെ തള്ളി മാറ്റുന്നുണ്ട്. ഈ രംഗത്ത് കൃത്യമായിട്ട് ഹൈക്കോടതി വരെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ അവിചാരിതമായി എത്തിയ ആളെന്നൊരു പരിഗണന ഹുസൈന് കൊടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതൽ എന്തെങ്കിലും ഷാജിത്തുമായിട്ട് അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഡിജിറ്റൽ തെളിവുകൾ ഹുസൈനെ തുളച്ചു എന്നാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്. ഡിജിറ്റൽ തെളിവുകളിൽ ഹുസൈൻ അവിടെ വരുന്ന തെളിവുണ്ട്. ഹുസൈൻ നേരെ, അതായത് ആ മുക്കാലി ജംഗ്ഷൻ ഹുസൈൻ കാറിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം ഹുസൈൻ നേരെ അടുത്ത കടയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, നേരെ ആൾക്കൂട്ടത്തിലേക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഇയാൾക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമെന്നർത്ഥം. ആൾക്കൂട്ടത്തിന്റെ അകത്ത് വന്നതിന് ശേഷം ഈ പറയുന്ന ഈ ഹുസൈൻ ഈ മറ്റേ മധുവിനെ ചവിട്ടുന്ന രംഗമില്ലെങ്കിൽ പോലും അത് അനുസൃതമായ സാക്ഷിമൊഴികളുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ഈ ആ സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടത്തിന് നടുക്കൊരു ഇത് നടക്കുന്നുണ്ട്, ഒരു ആൾക്കൂട്ടത്തിനിടെ ഒരു ബഹളം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അത് വ്യക്തമായ സൂചനകളാണ്. പിന്നെ ഇത് മാത്രമല്ല അട്രോസിറ്റി അടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതികൾ പരിഗണിക്കാനെന്ന് മനസ്സിലാവുന്നില്ല. അപ്പീൽ പോകുമോ? തീർച്ചയായും അപ്പീൽ പോകും. മാത്രമല്ല ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജീവപര്യന്തമാണ്. അതെ, അതിപ്പോ ഉച്ചയ്ക്ക് അറിയാൻ കഴിയുള്ളൂ. ഉച്ചയ്ക്ക് 12:30 അറിയാം. 16 പേരിൽ 3 പേരെ ഒഴിവാക്കുന്നു, ബാക്കിയുള്ള ആളുകൾക്ക് ഇന്ന് ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഒന്നാം പ്രതി എങ്ങനെ ഇതിൽ നിന്ന് ഊരിപ്പോയി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. വേടന്റെ പാട്ടിലൊരു വരിയുണ്ട്, നീ പാണനല്ല പറയനല്ല. ആ വരി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തമ്പുരാനാണേൽ ഒരു മുടിയുമില്ല എന്നുള്ളത്. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. സാധാരണക്കാരനായിട്ടുള്ള ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നിട്ട് ഈ നീതിപീഠം പോലും ആ തമ്പുരാനെ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലും ദളിതന് വേണ്ടി സംസാരിക്കാൻ ആരും വരില്ലല്ലോ. അവൻ ആദിവാസിയാണ്, SC ST ആണ്, ആര് സംസാരിക്കും? എന്തായാലും കൊള്ളാം. തമ്പുരാക്കന്മാരുടെ കാലിനടിയിലാണ് നമ്മുടെ നീതി മൊത്തം കിടക്കുന്നത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.